ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ മിസ് കൊമേഴ്സ്. ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എം.കോം തേർഡ് സെമസ്റ്ററിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ പേപ്പറാണ്. ഇതിലെ രണ്ടാമത്തെ ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ബോണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അനലൈസിസ് ആണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മൾ ബോണ്ടിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ടൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞതാണ്. അതായത് മെഷർ ഓഫ് ബോണ്ട് പ്രൈസ് വോളറ്റിലിറ്റി. നമുക്ക് രണ്ട് മെത്തേഡിലാണ് നമ്മുടെ ബോണ്ടിൻ്റെ പ്രൈസ് വോളറ്റിലിറ്റി മെത്തേഡുകൾ ഉള്ളത് കേട്ടോ. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് ഡ്യൂറേഷൻ ആൻഡ് രണ്ടാമത്തത് കോൺവെക്സിറ്റി. ഓക്കെ, ഇതിൽ ഡ്യൂറേഷൻ എന്താണെന്ന് നോക്കാം. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എ മെഷർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റിവിറ്റി ഓഫ് എ ബോണ്ട് ഈസ് കോൾഡ് ഡ്യൂറേഷൻ. അതായത് ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് സെൻസിറ്റിവിറ്റി മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് 3 ഡ്യൂറേഷൻ മെഷേഴ്സുകളുണ്ട്. അതിൽ ഫസ്റ്റ് വന്നിട്ടുള്ളതാണ് മെക്കാലെ ഡ്യൂറേഷൻ, രണ്ടാമത്തത് മോഡിഫൈഡ് ഡ്യൂറേഷൻ ആൻഡ് തേർഡ് വൺ എഫക്റ്റീവ് ഡ്യൂറേഷൻ. ഈ മെക്കാലെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നോക്കാം. ദിസ് ഈസ് എ മെഷർ ഓഫ് ദ ടൈം ഫ്ലോ ഫ്രം ദ ബോണ്ട്. ബോണ്ടിൻ്റെ ടൈം ഫ്ലോനെ മെഷർ ചെയ്യുന്നതിനെയാണ് നമ്മൾ മെക്കാലെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓവർ വിച്ച് സെക്യൂരിറ്റീസ് ടോട്ടൽ ക്യാഷ് ഫ്ലോസ് ഒക്കിയർ. വെയ്റ്റഡ് ആവറേജ് നമ്പർ ഓഫ് ഇയേഴ്സിൽ എന്താണ് സെക്യൂരിറ്റീസിൻ്റെ ടോട്ടൽ ക്യാഷ് ഫ്ലോസ് ഒക്യൂർ ചെയ്യുന്നതിനെ നോക്കുന്നു. The weight used are market value of the cash losses. മാർക്കറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ലോസസ് ആണ് നമ്മളിവിടെ വെയിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ബോണ്ട് ഡ്യൂറേഷൻ മെഷർ ദ ടൈം സ്ട്രക്ചർ ഓഫ് ബോണ്ട് ആൻഡ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് റേറ്റ്. അതായത് ബോണ്ട് ഡ്യൂറേഷൻ മെഷർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ടൈം സ്ട്രക്ചർ ഓഫ് ബോണ്ടിൻ്റെ ടൈം സ്ട്രക്ചറും അതുമാതിരി ഇൻട്രസ്റ്റ് റേറ്റ് റിസ്കിനെയാണ് മെഷർ ചെയ്യുന്നത്. അത് നമ്മൾ ടൈം സ്ട്രക്ചർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബോണ്ട് നമ്മൾ 2 തരത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വന്നിട്ട് ദ കോമൺ വേസ് ഈസ് how many years an investor has to wait to mature the bond and get back his amount of investment. അതിനെ പറയുന്നതാണ് ബോണ്ടിൻ്റെ ഇയേഴ്സ് ടു മെച്യൂരിറ്റി. അതായത് ഇൻവെസ്റ്ററിന് എത്രത്തോളം ഇയേഴ്സ് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്, ഇൻവെസ്റ്ററിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും അതുമാതിരി അയാൾക്കുള്ള ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ കിട്ടുന്ന ഇൻട്രസ്റ്റും അതും കിട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം വെയിറ്റ് ചെയ്യണം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇവിടെ ഇയേഴ്സ് ടു മെച്യൂരിറ്റി, ബോണ്ടിൻ്റെ ഇയേഴ്സ് ടു മെച്യൂരിറ്റി എന്ന് പറയുന്നത്. ഇനി അനദർ വേ എന്ന് പറയുമ്പോൾ എന്താ? ദ അനദർ വേ ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ടൈം സ്ട്രക്ചർ ഓഫ് എ ബോണ്ട് ഈസ് ടു മെഷർ ആവറേജ് ടൈം റിക്വയർഡ് ഫോർ റിക്കവറി ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് ആൻഡ് പ്രിൻസിപ്പൽ. റിക്കവറി ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും പ്രിൻസിപ്പളും റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവറേജ് ടൈമിനെ നമ്മൾ മെഷർ ചെയ്യുന്നതാണ് രണ്ടാമത്തെ വേസ്. അതിന് പറയുന്നതാണ് നമ്മുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഇക്വേഷൻ നോക്കാം. ഇക്വേഷൻ എന്ന് പറയുന്നത് ഡി, അതായത് ഡ്യൂറേഷൻ. ഡി ഈസ് ഈക്വൽ ടു C1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R റേസ് ടു 1 ഡിവൈഡഡ് ബൈ P0 പ്ലസ് C2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് R റേസ് ടു 2 ഡിവൈഡഡ് ബൈ P0 പ്ലസ് എക്സെട്ര പ്ലസ് CT ഡിവൈഡഡ് ബൈ 1 പ്ലസ് R റേസ് ടു T ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു T. ഓക്കെ, ഇക്വേഷൻ കണ്ടിട്ട് എന്താ തോന്നുന്നത്? കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഇക്വേഷനാണ് തോന്നില്ലേ? അപ്പം നമുക്കതൊന്ന് സമ്മറൈസ് ആക്കിയിട്ട് പറയുന്നുണ്ട് ഇവിടെ. ഡി ഈസ് ഈക്വൽ ടു സിഗ്മ PV ഇൻറ്റു CT ഡിവൈഡഡ് ബൈ P0 ഇൻറ്റു T. ഓക്കെ, ഇതിൽ നമുക്ക് ഓരോന്നും നോക്കാം. ഡി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഡ്യൂറേഷനാണ്. സിഗ്മ PV എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസിനെയാണ് PV എന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ചെയ്യുന്നത്. P0 എന്ന് പറയുന്നത് സം ഓഫ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ, അതായത് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസിൻ്റെ സമ്മിനെയാണ് അവിടെ പറയുന്നത്. ആൻഡ് T എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ T ആണ് നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ് ആയിട്ട് വരുന്നത്. ആൻഡ് C ക്യാഷ് ഫ്ലോസസ് R വന്നിട്ട് കറണ്ട് ഈൽഡ് ടു മെച്യൂരിറ്റി. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വന്നിട്ട് ദ ബോണ്ട് ഓഫ് ₹1000 par with a 7% കൂപ്പൺ റേറ്റ് ഹാവിങ് എ മെച്യൂരിറ്റി പീരീഡ് ഓഫ് 4 years ഈസ് ഇഷ്യൂഡ്. അതായത് 1000 പാർ വാല്യൂവിലുള്ള ഒരു ബോണ്ട് 7% കൂപ്പൺ റേറ്റിൽ 4 years മെച്യൂരിറ്റി ആയിട്ട് നമ്മൾ ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. ദ ബോണ്ട് കറണ്ട് ഈൽഡ് 6%. ബോണ്ടിൻ്റെ കറണ്ട് ഈൽഡ് എന്ന് പറയുന്നത് എന്താ? 6% ആണ്. ബോണ്ടിൻ്റെ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ അതായത് കൂപ്പൺ റേറ്റിൻ്റെ കേസ് നമ്മൾ നോക്കാം. 1000 പാർ വാല്യൂവിലാണ് ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. 7% ആണ് കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നുണ്ട്. അതിൽ 1000 ഇൻറ്റു 7% ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമ്മുടെ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് 17 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ T എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലേ? ഇവിടെ 4 years അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്? അതാണ് നമ്മുടെ T എന്ന് പറയുന്നത് 4 ആണ്. ആൻഡ് R എന്ന് പറയുന്നത് ആണ് കറണ്ട് ഈൽഡ്, അതായത് 6%. ഇനി നമുക്ക് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുക്കാം.
അതിനൊരു ടേബിൾ വരയ്ക്കുക. അതായത് ആദ്യം ഇയറിൻ്റെ ടേബിൾ, ക്യാഷ് ഫ്ലോസിൻ്റെ, പിന്നെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ, അതായത് നമ്മുടെ ഈൽഡ് 6%, പിന്നെ പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു ക്യാഷ് ഫ്ലോ, പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു C/P0, അതായത് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഫ്ലോസിൻ്റെ സമ്മ്, പിന്നെ പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു C/P0 ഇൻറ്റു T നമ്പർ ഓഫ് ഇയേഴ്സ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഒരു ടേബിളും. അങ്ങനെ നമ്മൾ ടേബിൾ വരച്ച് വയ്ക്കുക. ഇവിടെ ഇയർ എന്ന് പറയുന്നത് നമുക്ക് 4 ഇയേഴ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ. ഇനി ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് ഇയറിൽ 17 ആണ് നമ്മുടെ ക്യാഷ് ഫ്ലോസ് ആയിട്ട് വരുന്നത്, സെക്കൻഡ് ഇയറിൽ 70, തേർഡ് ഇയറിൽ 70 ആൻഡ് ഫോർത്ത് ഇയറിൽ നമ്മൾ എന്താ പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എഴുതേണ്ടത്. അതായത് നമ്മുടെ 1000ൻ്റെ കൂടെ 17, 1000 + 17 ആണ്. അപ്പോൾ 1070 നമുക്ക് കിട്ടും. അത് നമ്മൾ ക്യാഷ് ഫ്ലോ ഫോർത്ത് ഇയറിലായിട്ട് എഴുതി വയ്ക്കുന്നു. ഇനി പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ടേബിൾ ഉണ്ടല്ലോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ 6% നോക്കണം. അതായത് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഹൊറിസോണ്ടലായിട്ടും നമ്മുടെ 6% വെർട്ടിക്കലായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ടേബിൾ നമ്മൾ എടുത്തിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് വരുന്നത് 0.9434 ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അതിൽ 0.9434 ആണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 6% ഫസ്റ്റ് ഇയറിലായിട്ട് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ഇയർ എന്ന് പറയുന്നത് എത്ര, 0.8900, 3 ഇയർ വന്നിട്ട് 8396, ഫോർത്ത് ഇയറിൽ വന്നിട്ട് 0.7921 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എഴുതി വയ്ക്കുന്നു. ഇനി ഫോർത്ത് ടേബിളിൽ നമ്മൾ പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു ക്യാഷ് ഫ്ലോസ്, അതായത് ഇപ്പം നമുക്ക് കിട്ടിയ പ്രസൻറ്റ് വാല്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ നമ്മൾ ക്യാഷ് ഫ്ലോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. 17 ഇൻറ്റു 0.9434 ചെയ്യുമ്പോൾ നമുക്ക് 66.038 ആണ് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ഇയർ 17 ഇൻറ്റു 0.8900, 62.300 ആണ് കിട്ടുന്നത്. തേർഡ് ഇയറിൽ 17 ഇൻറ്റു 8396 ചെയ്യുമ്പോൾ 58.77 ആൻഡ് ഫോർത്ത് ഇയറിൽ 1017 ഇൻറ്റു 0.7921 ചെയ്യുമ്പോൾ 847.54. ഓക്കെ, അപ്പം നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഫാക്ടറിൻ്റെ കൂടെ നമുക്ക് എന്താ ക്യാഷ് ഫ്ലോസും കൂടി മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. അപ്പം നമ്മൾ ഇനി പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഫ്ലോസ് ഇല്ലേ അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അതായത് ഇപ്പോൾ കിട്ടിയ നമ്മുടെ സംഖ്യകളുണ്ടല്ലോ 66.03, 62.300, 58.77, 847.54, അതെല്ലാം പ്ലസ് ചെയ്യുക, ആഡ് ചെയ്തിട്ട് കിട്ടുമല്ലോ ആ സംഖ്യ, അതായത് നമ്മുടെ P0 പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഫ്ലോസിൻ്റെ സമ്മ്. അപ്പോൾ P0 = 1034.657 ആണ് നമുക്ക് കിട്ടണത്. ആ കിട്ടിയ സംഖ്യ അത് വെച്ചിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച പ്രസൻറ്റ് വാല്യൂസിൻ്റെ ക്യാഷ് ഫ്ലോസ് ഉണ്ടല്ലോ, അതായത് 66.038 ഫസ്റ്റ് ഇയറിൽ ഡിവൈഡഡ് ബൈ 1034.657, അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് 0.0638. അതാണ് നമ്മുടെ ഇനി ഫിഫ്ത്ത് ടേബിളായിട്ട് നമ്മൾ എഴുതി വെക്കേണ്ടത് ഫസ്റ്റ് ഇയറിൽ. ഇനി സെക്കൻഡ് ഇയറിൽ വന്നിട്ട് 62.300 ഡിവൈഡഡ് ബൈ 1034.657 = എത്ര, 0.0602. ഇനി തേർഡ് ഇയറിൽ 58.7720 ഡിവൈഡഡ് ബൈ 1034.657 = 0.0568. ഫോർത്ത് ഇയറിൽ വന്നിട്ട് 847.547 ഡിവൈഡഡ് ബൈ 1034.657. അപ്പം നമുക്ക് കിട്ടുന്നത് 0.8192 ആണ് കിട്ടുന്നത്. അപ്പോൾ ഫിഫ്ത്ത് ടേബിൾ നമ്മൾ 4 ഇയേഴ്സിൻ്റെയും എഴുതി വെച്ചു. ഇനി ആ ഇയേഴ്സിൻ്റെ കൂടെ നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ടല്ലോ, ഓരോ ഇയറും എത്രയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഡ്യൂറേഷൻ്റെ എമൗണ്ട് കിട്ടും ഓരോ വർഷത്തെയും. അതായത് ഇപ്പോൾ കിട്ടിയ സംഖ്യ നമ്മളത് 0.0638, അതായത് ഫസ്റ്റ് ഇയറിലെ ഇൻറ്റു 1, ആ ഇയർ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് 0.0638 തന്നെ കിട്ടും. ഇനി രണ്ടാമത്തെ ഇയർ അതായത് 0.0602 ഇൻറ്റു 2 സെക്കൻഡ് ഇയർ രണ്ടാമത്തെ ഇയർ ചെയ്യുമ്പോൾ 0.1204 ആണ് കിട്ടുന്നത്. തേർഡ് ഇയർ 0.0568 ഇൻറ്റു 3 ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 0.1704 കിട്ടും. ഇനി ഫോർത്ത് ഇയറിൽ നമ്മൾ 0.8192 ഇൻറ്റു 4 മൾട്ടിപ്ലിക്കേഷൻ 4 ചെയ്യുമ്പോൾ 3.2766 അത് കിട്ടും. ഇനി ഇപ്പോൾ കിട്ടിയ ഈ സംഖ്യകളെല്ലാം നമ്മൾ ആഡ് ചെയ്യുക. അതായത് 0.0638 പ്ലസ് 0.1204 പ്ലസ് 0.1704 പ്ലസ് 3.2766 = 3.6312.
അതാണ് നമുക്ക് ഇവിടെ ഡ്യൂറേഷനായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഡ്യൂറേഷൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഫ്രം ദ എബൌ ടേബിൾ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ഈവൻ ദ മെച്യൂരിറ്റി പീരീഡ് ഓഫ് ദ ബോണ്ട് ഈസ് 4 years, ഇറ്റ്സ് ഡ്യൂറേഷൻ ഈസ് ഓൺലി 3.63 years. അതായത് നമ്മൾ പറഞ്ഞു ബോണ്ടിൻ്റെ നമ്മുടെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 4 years ആണ്. പക്ഷേ ഇവിടെ നമ്മളെന്താ ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എന്താ 3.63 years ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ ബോണ്ട് ഈസ് റീറ്റെയിൻഡ് ഫോർ ദിസ് മച്ച് പീരീഡ്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഓഫ് ദ ബോണ്ട് ഈസ് എലിമിനേറ്റഡ്. അതായത് ബോണ്ട് നമ്മൾ ഈ ഒരു ഇയർ ഉണ്ടായിരുന്നു, അതായത് 3.63 years നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചല്ലോ, ആ ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ബോണ്ട് നമ്മൾ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഉണ്ടല്ലോ ബോണ്ടിൻ്റെ, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ അസ്യൂമായിട്ട് എഴുതേണ്ടത് കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ ബോണ്ട് ഓഫ് ₹100 പാർ വാല്യൂ വിത്ത് എ 15% കൂപ്പൺ റേറ്റ് ഇഷ്യൂഡ് 4 years എഗോ ഈസ് റിഡീമബിൾ ആഫ്റ്റർ 6 years. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ബോണ്ട് നമ്മൾ 100 പാർ വാല്യൂവിനാണ് 15% കൂപ്പൺ റേറ്റ് ഇഷ്യൂഡ് ഫോർ 4 years. 4 yearsനാണ് നമ്മൾ ഇഷ്യൂ നടത്തിയിരിക്കുന്നത്. പക്ഷേ റെഡീമബിൾ ആഫ്റ്റർ 6 yearsന് ശേഷമാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്. ബോണ്ടിൻ്റെ കറണ്ട് ഈൽഡ് എന്ന് പറയുമ്പോൾ 14%, അതായത് R=14%. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ടേബിൾ ഉണ്ടല്ലോ, അതിൽ നമ്മൾ 14%ലാണ് നമ്മൾ ഇയേഴ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ കൂപ്പൺ റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ നമ്മുടെ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് 15% ആവുകൊണ്ട് 15 നമ്മൾ എഴുതി വയ്ക്കുന്നു. പക്ഷേ നമ്മുടെ മെച്യൂരിറ്റി ഇയർ എന്ന് പറയുന്നത് ഇവിടെ 6 years ആണ്. അപ്പോൾ നമ്മൾ ഇയർ എന്ന് പറയുമ്പോൾ 6 years ആയിട്ട് എടുക്കണം കേട്ടോ. ഇനി ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം തന്നെ ഫസ്റ്റ് ഇയറിൻ്റെ ടേബിൾ വരയ്ക്കുന്നു. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 6th ഇയർ എഴുതി വയ്ക്കുന്നു. ക്യാഷ് ഫ്ലോസ് എന്ന് പറയുമ്പോൾ 15 ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ 15, തേർഡ് ഇയർ 15, ഫോർത്ത് ഇയർ 15, ഫിഫ്ത്ത് ഇയർ 15. അതുമാതിരി 6th ഇയറിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ പ്രിൻസിപ്പൽ എമൗണ്ട് കൂടി ഇൻക്ലൂഡ് ചെയ്യുക. അതായത് 100 + 15, 150 നമ്മൾ എഴുതി വയ്ക്കുന്നു. ഇനി പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ടേബിളിൽ 14% എടുക്കുന്നു. ഫസ്റ്റ് ഇയർ നോക്കുമ്പോൾ 0.877, സെക്കൻഡ് ഇയർ 769, തേർഡ് ഇയറിൽ 0.67, ഫോർത്ത് ഇയറിൽ 0.59, ഫിഫ്ത്ത് ഇയറിൽ 0.51, 6th ഇയറിൽ 0.45 കേട്ടോ. അങ്ങനെ നമ്മൾ എഴുതി വയ്ക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് ഓരോ ഇയറിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ഇപ്പം നമുക്ക് കിട്ടിയല്ലോ, അതിൻ്റെ കൂടെ നമ്മൾ ക്യാഷ് ഫ്ലോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് നമ്മൾ ഫോർത്ത് ടേബിൾ എഴുതി വയ്ക്കുന്നു. അതായത് 15 × 0.877, അതുമാതിരി സെക്കൻഡ് ഇയറിൽ 15 × 0.7695, തേർഡ് ഇയറിൽ 15 × 0.675, ഫോർത്ത് ഇയറും ഫിഫ്ത്ത് ഇയറും 6th ഇയറും ഒക്കെ നമ്മൾ അങ്ങനെ എഴുതി വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, നേരത്തെ നമ്മൾ ചെയ്ത മാതിരി ഇപ്പോൾ കിട്ടിയ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഫ്ലോസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ എന്താണ് സമ്മ് ചെയ്യുന്നു. അതായത് 13.15 + 11.54 + 10.12 + 8.88 + 7.79 + 52.39 = എത്ര P0 ആയിട്ട് നമുക്ക് കിട്ടുന്നത് 103.892. അതാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ ഈ സംഖ്യയുടെ കൂടെ നമ്മൾ എന്താ ഓരോ ഇയറിലും പ്രസൻറ്റ് ക്യാഷ് ഫ്ലോസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഡിവൈഡഡ് ബൈ ചെയ്താൽ പോരെ. ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതായത് 13.15 ഡിവൈഡഡ് ബൈ 103.89 = 0.126. സെക്കൻഡ് ഇയറിൽ വന്നിട്ട് 11.54 ഡിവൈഡഡ് ബൈ 103 × 89 = 0.1111 കിട്ടും. ഇനി 10.12 ഡിവൈഡഡ് ബൈ 103.89 = 0.0975. അങ്ങനെ എഴുതി വയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ആ ടേബിളും എഴുതി വയ്ക്കുക. 6th ഇയർ വരെയുള്ളത് നമ്മൾ ഡിവൈഡഡ് ബൈ ചെയ്യുക. P0യിൽ നിന്നും ഡിവൈഡഡ് ബൈ ചെയ്തിട്ട് നമ്മൾ എഴുതി വയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ കിട്ടിയ നമ്മുടെ ഓരോ വാല്യൂസ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഓരോ ഇയറായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഡ്യൂറേഷൻ കിട്ടും. അതായത് 1 × 0.1267 = 0.1267 തന്നെ. 2 × 0.1111 ചെയ്യുമ്പോൾ 0.22 തന്നെ കിട്ടും. തേർഡ് ഇയറിൽ വന്നിട്ട് 3 × 0.0975 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് 0.2924. അങ്ങനെ ഫോർത്ത് ഇയറിൻ്റെയും ഫിഫ്ത്ത് ഇയറിൻ്റെയും 6th ഇയറിൻ്റെയും നമ്മൾ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഇനി അതിൻ്റെ നമ്മൾ സമ്മ് കാണുക. അതായത് 0.126 + 0.22 + 0.29 + 0.3420 + 0.3715 +
3.0259 ഈസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്നത്, അതായത് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4.3840, അതായത് 4.38 ഇയേഴ്സാണ് നമ്മുടെ ഇവിടെ ഡ്യൂറേഷനായിട്ട് വരണത്. പക്ഷേ നമ്മുടെ ഇവിടെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് ബോണ്ടിൻ്റെ 6 ഇയേഴ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. പക്ഷേ നമ്മളെന്താ ഈ ബോണ്ടിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 4.38 ഇയേഴ്സാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇഫ് ദ ബോണ്ട് ഈസ് റീറ്റെയിൻഡ് ഫോർ ദിസ് മച്ച് പീരീഡ്, ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഓഫ് ദ ബോണ്ട് വിൽ ബി എലിമിനേറ്റഡ്. ആ ബോണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ 4.38 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ എന്താ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ഓഫ് ബോണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ സെയിം പറയണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ചെയ്താൽ മതി. അതായത് ആദ്യം ഇയർ വെക്കുന്നു, ക്യാഷ് ഫ്ലോസ് വെക്കുന്നു, പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ട് നമ്മൾ ക്യാഷ് ഫ്ലോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നു. അത് നമ്മൾ സമ്മ് ചെയ്തിട്ട് എഴുതി വെക്കുന്നു. അതിനുശേഷം നമ്മളതിന് ഈ സമ്മിൽ നിന്ന്, അതായത് പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഫ്ലോസിൻ്റെ സമ്മിൽ നിന്ന് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ക്യാഷ് ഫ്ലോ ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ നമ്പർ ഓഫ് ഇയേഴ്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ചെയ്തിട്ട് ഡ്യൂറേഷൻ കണ്ടുപിടിക്കാം. സിമ്പിളല്ലേ? അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെക്കാലെ ഡ്യൂറേഷൻ്റെ ഇത് കിട്ടും, ആൻസർ കിട്ടും. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി പറയാം കേട്ടോ. ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. നിങ്ങളിതൊന്ന് പോസ് ചെയ്തിട്ട് എഴുതി നോക്കുക. അപ്പോൾ നിങ്ങൾക്കൊന്നും കൂടി ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ ഇതുവരെ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നിങ്ങൾക്ക് മനസ്സിലായിച്ചാൽ നിങ്ങളെന്താ ഇനി YTC YTM അതൊക്കെ നിങ്ങൾ നോക്കിയിട്ടില്ല അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക. അത് നിങ്ങൾക്ക് essay ക്വസ്റ്റ്യനും അതിലൊക്കെ ആയിട്ട് വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വീഡിയോ എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. താങ്ക്